ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് മുതൽ വിശുദ്ധ വേദപുസ്തകത്തിലെ 5-ാമത്തെ പുസ്തകമായ ആവർത്തന പുസ്തകമാണ് നാം വായിച്ചു തുടങ്ങുന്നത്. ഇന്ന് ആവർത്തന പുസ്തകത്തിലെ 1-2 അധ്യായങ്ങളാണ് നമ്മുടെ വായനാഭാഗം. ഇസ്രായേൽ ജനങ്ങൾ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് മോശ നൽകിയ വിടവാങ്ങൽ പ്രസംഗങ്ങളാണ് ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകം എന്ന പേര് 2-ാമത്തെ ന്യായപ്രമാണം അല്ലെങ്കിൽ നിയമത്തിൻ്റെ ആവർത്തനം എന്നർത്ഥം നൽകുന്നു. മോശ പുതിയ ഒരു നിയമം നൽകുകയല്ല, മറിച്ച് പുതിയ തലമുറയെ ദൈവത്തിൻ്റെ നിയമത്തെയും അവൻ്റെ വിശ്വസ്തതയെയും അവരുടെ ഉത്തരവാദിത്വങ്ങളെയും കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അധ്യായങ്ങൾ 1-2 പ്രധാനമായും ഹോരേബ് പർവ്വതത്തിൽ നിന്ന് കനാൻ ദേശത്തിൻ്റെ അതിർത്തി വരെ ഇസ്രായേലിൻ്റെ യാത്രയെ വിവരിക്കുന്നു. മോശ അവരുടെ ചരിത്രം അവലോകനം ചെയ്യുകയും ദൈവത്തിൻ്റെ വഴിനടത്തലും ജനത്തിൻ്റെ പരാജയങ്ങളും എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. വിശ്വാസം, അനുസരണം, നേതൃത്വബോധം, ദൈവത്തിൻ്റെ പരമാധികാര പദ്ധതി എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട പാഠങ്ങളാണ് ഈ അധ്യായങ്ങൾ പഠിപ്പിക്കുന്നത്. 1-ാം അധ്യായത്തിൽ ഹോരേബ് പർവ്വതത്തിൽ ദൈവം നൽകിയ കൽപ്പനയെ മോശ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ പാർത്തത് മതി. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവർക്ക് വാഗ്ദാനം ചെയ്ത ദേശം കൈവശമാക്കുവാൻ ദൈവം ഇസ്രായേലിനോട് മുന്നോട്ട് പോകാൻ കൽപ്പിച്ചു. ജനസംഖ്യ വർദ്ധിച്ചതിനാൽ ജനത്തെ ഭരിക്കുന്നതിനായി മോശ നേതാക്കളെയും ന്യായാധിപന്മാരെയും ഉദ്യോഗസ്ഥരെയും നിയമിച്ചു. ഇതിലൂടെ നീതിയുടെയും ഭരണത്തിൻ്റെയും ക്രമീകൃത സംവിധാനം സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് കനാൻ ദേശം പരിശോധിക്കുവാൻ അയച്ച 12 ഒറ്റുകാരുടെ സംഭവത്തെ മോശ വിവരിക്കുന്നു. ദേശം സമൃദ്ധവും നല്ലതുമായിരുന്നു. എങ്കിലും 10 ഒറ്റുകാർ നിരുത്സാഹജനകമായ റിപ്പോർട്ട് നൽകി. അതിനാൽ ജനങ്ങൾ ഭയപ്പെടുകയും ദേശത്ത് പ്രവേശിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. അവരുടെ അവിശ്വാസവും മത്സരവും കാരണം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട തലമുറ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുകയില്ലെന്ന് ദൈവം പ്രഖ്യാപിച്ചു. ദൈവത്തിൽ വിശ്വസിച്ച യോശുവയ്ക്കും കാലേബിനും മാത്രമാണ് പ്രവേശനം ലഭിച്ചത്. ദൈവവിധിയുടെ ഭാഗമായി മോശയും ദേശത്ത് പ്രവേശിച്ചില്ല. പിന്നീട് ദൈവത്തിൻ്റെ കൽപ്പനയെ ധിക്കരിച്ച് ജനങ്ങൾ ദേശത്ത് കയറാൻ ശ്രമിച്ചു. എന്നാൽ അമോര്യർ അവരെ തോൽപ്പിച്ചു. വൈകിയ അനുസരണം പരാജയത്തിലേക്ക് നയിച്ചു. 2-ാം അധ്യായത്തിൽ മോശ മരുഭൂമിയിലെ യാത്രയുടെ തുടർ വിവരണം നൽകുന്നു. മത്സരിച്ച തലമുറ മുഴുവൻ മരിക്കുന്നത് വരെ അവർ സെയീർ പർവ്വത പ്രദേശത്തിന് ചുറ്റും വർഷങ്ങളോളം അലഞ്ഞു നടന്നു. പിന്നീട് ദൈവം വടക്കോട്ട് പോകാൻ കൽപ്പിച്ചു. യാത്രാമധ്യേ അവർ ഏദോം, മോവാബ്, അമ്മോൻ എന്നീ പ്രദേശങ്ങളിലൂടെ കടന്നുപോയി. ഈ ജനതകളെ ആക്രമിക്കരുതെന്ന് ദൈവം കൽപ്പിച്ചു. കാരണം അവരുടെ ദേശങ്ങൾ ഏശാവിൻ്റെയും ലോത്തിൻ്റെയും സന്തതികളുടെയും അവകാശമായി ദൈവം നൽകിയിരുന്നു. ഇസ്രായേലിനെ മാത്രമല്ല, മറ്റ് ജനതകളുടെയും ചരിത്രങ്ങളെ ദൈവം നിയന്ത്രിക്കുന്നുവെന്ന് മോശ ഊന്നി പറയുന്നു. അധ്യായത്തിൻ്റെ അവസാനം ഹെസ്ബോനിലെ രാജാവായ സീഹോൻ്റെ മേൽ ദൈവം ഇസ്രായേലിന് വിജയം നൽകുന്നു. ഇത് യോർദാൻ്റെ കിഴക്ക് ഭാഗത്തെ ദേശങ്ങൾ കീഴടക്കുന്നതിനുള്ള തുടക്കമായിരുന്നു. നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ പാർത്തത് മതി എന്ന വാക്കുകൾക്ക് ആഴത്തിലുള്ള ആത്മീയ അർത്ഥമുണ്ട്. ദൈവം തൻ്റെ ജനത്തെ ആത്മീയമായി നിശ്ചലരായി തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ആത്മീയ ജീവിതം നിരന്തര വളർച്ചയുടെ യാത്രയാണ്. കഴിഞ്ഞ അനുഭവങ്ങളിലും അനുഗ്രഹങ്ങളിലും തൃപ്തരായി നിൽക്കാതെ കൂടുതൽ പക്വതയിലേക്കും വിശ്വാസത്തിലേക്കും അനുസരണത്തിലേക്കും ദൈവം നമ്മെ വിളിക്കുന്നു. കനാന്യരുടെ ശക്തിയല്ല, ഇസ്രായേലിൻ്റെ വിശ്വാസക്കുറവായിരുന്നു അവരുടെ പ്രധാന പ്രശ്നം. ഭയം ദൈവത്തിൻ്റെ ശക്തിയും വാഗ്ദത്തങ്ങളും മുൻകാല വിടുതലും മറക്കാൻ അവരെ പ്രേരിപ്പിച്ചു. അവിശ്വാസം ഒരു തലമുറയെ ദൈവാനുഗ്രഹത്തിൽ നിന്ന് അകറ്റി. വിശ്വാസം തടസ്സങ്ങളെ ദൈവത്തിൻ്റെ ശക്തിയിലൂടെ കാണുന്നു. അവിശ്വാസം ദൈവത്തെ തടസ്സങ്ങളുടെ വെളിച്ചത്തിൽ കാണുന്നു. മരുഭൂമിയിലെ അലച്ചിൽ ശിക്ഷ മാത്രമായിരുന്നില്ല, അതൊരുക്കലും പരിശീലനവും രൂപപ്പെടുത്തലുമൊക്കെ ആയിരുന്നു. കാത്തിരിപ്പിൻ്റെയും പ്രയാസങ്ങളുടെയും നിരാശകളുടെയും കാലങ്ങൾ ദൈവം തൻ്റെ ജനത്തെ ആത്മീയമായി രൂപപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്നു. 2-ാം അധ്യായം ദൈവം ഇസ്രായേലിൻ്റെ ദൈവം മാത്രമല്ല എന്നും എല്ലാ ജനതകളുടെയും അധിപനാണെന്നും വെളിപ്പെടുത്തുന്നു. ലോകചരിത്രം മനുഷ്യശക്തിയാൽ മാത്രം നിയന്ത്രിക്കപ്പെടുന്നില്ല, ദൈവത്തിൻ്റെ പരമാധികാര ഹസ്തത്താൽ അത് നയിക്കപ്പെടുന്നു. ഇസ്രായേലിൻ്റെ ആവർത്തിച്ച പരാജയങ്ങൾക്കിടയിലും ദൈവം തൻ്റെ നിയമ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മനുഷ്യൻ്റെ വിശ്വസ്തതയെ മാത്രമല്ല, ദൈവത്തിൻ്റെ സ്വഭാവത്തെയും നിയമവിശ്വസ്തതയെയും അടിസ്ഥാനമാക്കിയുള്ളവയാണെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ അവിശ്വാസത്തെ ദൈവം വിധിച്ചു. ഇത് അവൻ്റെ വിശുദ്ധിയും
നീതിയും വെളിപ്പെടുത്തുന്നു. അതേസമയം അവരുടെ തെരഞ്ഞെടുപ്പുകൾക്ക് അവർ ഉത്തരവാദികളായിരുന്നു. തിരുവെഴുത്ത് ദൈവത്തിൻ്റെ പരമാധികാരത്തെയും മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തെയും ഒരുമിച്ച് അവതരിപ്പിക്കുന്നു. ദൈവകൽപ്പന ധിക്കരിച്ച് നടത്തിയ ആക്രമണം ഒരു ആഴമുള്ള സത്യം നമ്മെ പഠിപ്പിക്കുന്നു. അനുസരണം ദൈവത്തിൻ്റെ സമയത്തോടൊപ്പമായിരിക്കണം. വൈകിയ അനുസരണം പലപ്പോഴും അനുസരണക്കേടായി മാറുന്നു. അയൽ രാജ്യങ്ങൾക്ക് ദേശങ്ങൾ ദൈവം നൽകിയതിലൂടെ അവൻ മുഴുവൻ ലോകത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും അധിപനാണെന്ന് വ്യക്തമാക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവം ഒരു ഗോത്ര ദൈവമല്ല, സകല സൃഷ്ടിയുടെയും കർത്താവാണ്. അനേകം ക്രിസ്ത്യാനികൾ വർഷങ്ങളായി അതേ ആത്മീയ നിലയിൽ തുടരുന്നു. ദൈവം അവരെ കൂടുതൽ പ്രാർത്ഥനയിലേക്കും തിരുവെഴുത്തറിവിലേക്കും വിശ്വാസത്തിലേക്കും സേവനത്തിലേക്കും വിളിക്കുന്നു. ആരോഗ്യം, കുടുംബം, സാമ്പത്തികം, തൊഴിൽ, ശുശ്രൂഷ എന്നിവയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ ഇന്നും പലർക്കുമുണ്ട്. ഇസ്രായേലിനെ പോലെ നാം പലപ്പോഴും ദൈവ വാഗ്ദാനങ്ങളെക്കാൾ പ്രശ്നങ്ങളെ നോക്കുന്നവരാണ്. വിശ്വാസം പ്രയാസങ്ങൾക്കിടയിലും ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. മോശ ചരിത്രം ഓർമ്മിപ്പിച്ചത് അവരെ ലജ്ജിപ്പിക്കുവാനായിട്ടല്ല, പഠിപ്പിക്കുവാനായിട്ടാണ്. വിശ്വാസികൾ തങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കുകയും ദൈവകൃപയാൽ അവയെ ജ്ഞാനമാക്കുകയും വേണം. പല നിരാശകളും ദൈവത്തെക്കാൾ മുന്നിലോ പിന്നിലോ നടക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. യഥാർത്ഥ ശിഷ്യത്വം ദൈവഹിതത്തിൻ്റെയും സമയത്തിൻ്റെയും കൂടെ നടക്കുന്നതാണ്. ദൈവം ഇസ്രായേലിൻ്റെ യാത്രയെയും ചുറ്റുമുള്ള ജനതകളുടെ ചരിത്രങ്ങളെയും നയിച്ചതുപോലെ ഇന്നും ചരിത്രത്തെ നിയന്ത്രിക്കുന്നു. സാഹചര്യങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചാലും ദൈവം തൻ്റെ പൂർണ്ണ പദ്ധതി പ്രകാരം പ്രവർത്തിക്കുന്നു എന്ന വിശ്വാസികൾക്ക് ഉറപ്പുണ്ടാകണം. ആവർത്തന പുസ്തകം 1-2 അധ്യായങ്ങൾ തൻ്റെ ജനത്തിൻ്റെ ബലഹീനതകളുടെയും പരാജയങ്ങളുടെയും നടുവിലും അവരെ വിശ്വസ്തയോടെ നയിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ പ്രവേശിക്കാൻ വിശ്വാസം അനിവാര്യമാണെന്നും അനുസരണം ദൈവത്തിൻ്റെ സമയത്തോട് യോജിച്ചിരിക്കണമെന്നും ആത്മീയ വളർച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതിലൂടെയാണെന്നും ഈ അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രം ഇന്നത്തെ വിശ്വാസികൾക്കൊരു ആത്മീയ കണ്ണാടിയാണ്. മരുഭൂമിയിലൂടെ ഇസ്രായേലിനെ നയിച്ച അതേ ദൈവം ഇന്നും തൻ്റെ ജനത്തെ തൻ്റെ ഉദ്ദേശങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് നയിക്കുന്നു. അതിനാൽ നാം അവൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുകയും അവൻ്റെ ശബ്ദം അനുസരിക്കുകയും വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുകയും വേണം. ദൈവം എനിക്കായി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളിലും അവസരങ്ങളിലും പ്രവേശിക്കുന്നതിൽ നിന്ന് ഭയവും അവിശ്വാസവും എന്നെ തടയുന്നുണ്ടോ എന്ന് ചിന്തിച്ചാലും ഞാൻ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ മുന്നോട്ട് പോകുകയാണോ, അല്ലെങ്കിൽ ആത്മീയമായി നിശ്ചലനായി സുഖകരമായ അവസ്ഥയിൽ തുടരുകയാണോ? ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.